കൊച്ചി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം കൊച്ചി ആര് ഭരിക്കും? അത് UDF തന്നെ ഭരിക്കുമെന്ന കാര്യത്തിൽ നേരത്തെ തീരുമാനമായതാണ്. പക്ഷേ ആരാകും സാരഥി എന്ന ചോദ്യത്തിന് ഉത്തരമായൊരു ദിവസമായിരുന്നു ഇന്നലെ, അല്ലേ? 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി നഗരസഭ ഇനിയിപ്പോൾ ഭരിക്കാൻ പോകുന്നത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായ VK മിനിമോൾ തന്നെയാണ്. ദീപക് ജോയിയും തീരുമാനിച്ചിരുന്നു ഡെപ്യൂട്ടി മേയറായിട്ട്. ആദ്യ 2.5 വർഷക്കാലം VK മിനിമോളും ദീപക് ജോയിയും, പിന്നീട് വരുന്ന 2.5 വർഷക്കാലം മേയറായിട്ട് ഷൈനി മാത്യുവും സ്ഥാനം പങ്കിടുമെന്ന് ഇന്നലെ വാർത്തകൾ വന്നു, സ്ഥിരീകരണങ്ങളൊക്കെ വന്നു. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം, ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമ്മുടെ അതിഥി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, കൊച്ചിയുടെ നിയുക്ത കൊച്ചി മേയർ ശ്രീമതി VK മിനിമോളാണ്. നമുക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം നമ്മുടെ ഹലോ മലയാളത്തിലേക്ക്. ശ്രീമതി VK മിനിമോൾ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഓക്കെ, അഭിനന്ദനങ്ങൾ. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു വെരി മച്ച്. ക്രിസ്മസ് കാലമാണ്. ക്രിസ്മസ് കാലം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും ആഘോഷിക്കുന്ന സമയം, സന്തോഷിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു സന്തോഷം ഇരട്ടിയാക്കുന്ന വാർത്ത പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായും അത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു അംഗീകാരമാണ്. പാർട്ടിയുടെ ഒരു പ്രവർത്തക എന്ന രീതിയിൽ കൊച്ചിയുടെ മേയർ എന്ന ഒരു സ്ഥാനം നൽകിയപ്പോൾ തീർച്ചയായും അത് വലിയ ഒരു അംഗീകാരവും വലിയ സന്തോഷവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇന്നലെ DCC പ്രസിഡന്റ് പറഞ്ഞ അനുസരിച്ച് കാരണം പറഞ്ഞോളൂ ശ്രീമതി മിനിമോൾ. പ്രതീക്ഷ 3 പേരുടെയും പേര് ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായും ആ ഒരു ഇതിൽ ആർക്കാണെങ്കിലും അത് അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ പേര് വരുമ്പോൾ അത് ഏറെ സന്തോഷം. എല്ലാവരോടും നന്ദിയുണ്ട്. ഇപ്പോൾ ഇന്നലെ DCC പ്രസിഡന്റ് പറഞ്ഞ അനുസരിച്ച് ഏറ്റവും കൂടുതൽ കൗൺസിലർമാരുടെ പിന്തുണ കിട്ടിയത് അങ്ങേക്കാണ്. അത് വലിയ ഒരു അംഗീകാരമായിട്ട് കാണുന്നു. അതൊരു വലിയ അംഗീകാരമായിട്ട് കാണുന്നു. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ലക്ഷ്യമാണ് മുന്നിലുള്ളത്. അത് നന്നായിട്ട് നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുമാണ് കൂടുതൽ. അതെ, തീർച്ചയായും അത് അങ്ങനെ തന്നെ സാധിക്കട്ടെ. അങ്ങനെ തന്നെ അങ്ങക്ക് പറഞ്ഞിരിക്കുന്ന കാലം മുഴുവൻ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ വട്ടം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട കോർപ്പറേഷനാണ് ഇപ്പോൾ UDF ഐതിഹാസികമായിട്ട് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. വിമതരെ കൊണ്ടുള്ള പൊറുതിമുട്ട് അതും നമുക്കറിയാം. അങ്ങനെ വിമതരെ കൊണ്ട് പൊറുതിമുട്ടിയ കൊച്ചിയിലാണ് ഇപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഈ ഒരു വമ്പൻ ജയം കോൺഗ്രസിനുണ്ടായത്. അപ്പോൾ ഇക്കുറി കൊച്ചിക്ക് പൂർണ്ണമായും ഒരു മുഖം മാറ്റം പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDFനെ തിരികെ ഭരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് വലിയ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കൊക്കെ നൽകിയിരിക്കുന്നത്. ടീം UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഭാവിയുടെ കൊച്ചിക്കായിട്ട് അടിസ്ഥാന സൗകര്യ വികസനങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയോടും വ്യക്തമായ കാഴ്ചപ്പാടും ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹത്തിനൊത്തവണ്ണമുള്ള ഒരു ഭരണസമിതി ആയിരിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ആകാൻ സാധിക്കട്ടെ എന്ന് കരുതുകയാണ്. ഇപ്പം കോർപ്പറേഷൻ നന്നായിട്ട് നടത്തി വന്ന സമൃദ്ധി ഹോട്ടൽ പോലുള്ള പദ്ധതികളുണ്ട്. 20 രൂപയ്ക്ക് ഊണ് നൽകുന്ന സമൃദ്ധി ഹോട്ടൽ പോലുള്ള നല്ല പരിപാടികളുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ തുടർച്ചയുണ്ടാകുമോ? തീർച്ചയായും. കാരണം ഒരു കോർപ്പറേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് കേവലം വികസനം, അത് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക എന്നത് മാത്രമല്ല, ഒരു ക്ഷേമവും കരുതലും അതിനൊപ്പം ഉണ്ടാവണം. സമൃദ്ധി പോലുള്ള ഷീലോഡ്ജ് പോലുള്ള പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് ഒരു കരുതലിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. അത് കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ UDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ശ്രീമതി VK മിനിമോൾ, ഇനിയിപ്പം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളിന് ശേഷം വീണ്ടും UDFനെ ജനങ്ങൾ അധികാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഇനി ഭരണം നിങ്ങളുടെയൊക്കെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ജനകീയ പദ്ധതികളടക്കം പ്രതീക്ഷിക്കാമോ? തീർച്ചയായും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എറണാകുളം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു ഉരുക്കുകോട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ജില്ല കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ MP-മാരുണ്ട്, MLA-മാരുണ്ട്. എല്ലാവരുടെയും KPCCയുടെ വലിയ നേതൃത്വം എറണാകുളത്തുണ്ട്. DCC ഉണ്ട്, DCC പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരുടെയും അനുഭവ പരിജ്ഞാനം, അവരുടെയൊക്കെ ഒരു പ്രൊജക്റ്റ് കൊച്ചിയെക്കുറിച്ച് എല്ലാവർക്കും ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടെല്ലാം കൂടി നമ്മൾ നല്ല രീതിയിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റായിട്ടായിരിക്കും ഞങ്ങൾ വരുന്നത്. കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ
കൊച്ചിയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കർമ്മ പദ്ധതി ഉണ്ടാവും. ആ കർമ്മ പദ്ധതി അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ആ രീതിയിലുള്ള ഒരു ഇത് നമുക്കുണ്ടാവും. ഇപ്പം ഈ ഉത്തരവാദിത്തം ഏറുകയാണ്. കാരണം ഇപ്പം നമുക്കറിയാവുന്ന പോലെ മേയർ ആകുന്നു, അതിനൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇപ്പോൾ 2-3 മാസം കഴിയുമ്പോഴത്തേക്കും ഒരു പ്രഖ്യാപനം വരും. പിന്നീട് ഇപ്പോൾ തന്നെ മുന്നണികളൊക്കെയും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളോട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടം അത് എത്ര കണ്ട് പ്രധാനമാണ് അങ്ങേക്ക്? തീർച്ചയായും ഇതൊരു സെമി ഫൈനൽ എന്ന രീതിയിലാണ് തദ്ദേശ ഇലക്ഷനെ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കണ്ടിരുന്നത്. ആ സെമി ഫൈനൽ വളരെ മികച്ച രീതിയിൽ പൂർത്തീകരിച്ച് ഫൈനലിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അപ്പോൾ ഫൈനലാകുമ്പോൾ കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ളൊരു പ്രവർത്തനം അത് ഉണ്ടാവും. ഇപ്പോൾ തന്നെ അറിയാം, 3 മാസമാണ് ഇലക്ഷന് മുമ്പായിട്ട് നമ്മുടെ മുന്നിലുള്ളൂ. അത് വലിയൊരു ഉത്തരവാദിത്ത ബോധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഷോർട്ട് ടൈമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത്യാവശ്യമായി നടപ്പാക്കേണ്ടതുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞൊരു 3 ടേമായിട്ട് കൊച്ചി കോർപ്പറേഷനിലുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ ഒരു ടീം വർക്ക് അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കട്ടെ. ഇപ്പം അങ്ങേക്ക് ഈ കൊച്ചിയെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയുന്ന ആളാണ്, കഴിഞ്ഞ കുറേ കാലങ്ങളുടെ ജനപ്രതിനിധിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും അറിയുകയും ഒക്കെ ചെയ്യാം. അവിടുത്തെ എനിക്ക് തോന്നുന്നു പലരെയും പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണം പോലും പരിചിതമാണ് അങ്ങേക്ക് ഈ കോർപ്പറേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ മേയറായി വന്നാൽ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? വന്നാൽ ആദ്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഒരു പരിഹാരം വന്നേ മതിയാവുകയുള്ളൂ, അങ്ങനെ ഒരു പദ്ധതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത അങ്ങയുടെ ഉള്ളിലുണ്ടോ? തീർച്ചയായും ഞങ്ങളുടെ ഒക്കെ മനസ്സിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ കൊച്ചിയിൽ നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ച പ്രൊജക്റ്റുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഇലക്ഷൻ നേരിട്ടപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കൊച്ചി വിമുക്തമാകേണ്ടത്, കൊച്ചിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് വരേണ്ടത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അതുപോലെ തന്നെ കൊതുകിൻ്റെ വിഷയം ഒരു കീറാമുട്ടിയായിട്ട് നമുക്ക് മുന്നിലുണ്ട്. തെരുവ് നായശല്യം അത് വളരെ രൂക്ഷമായി ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. അതിന് അനുയോജ്യമായ രീതിയിൽ UDF ഒരു മാനിഫെസ്റ്റോ ഉള്ളതാണ്. ആ മാനിഫെസ്റ്റോയ്ക്ക് അനുസരിച്ചുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ നല്ല ഒരു തീരുമാനം, നല്ലൊരു പ്രവർത്തനം ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ തെരുവുനായ പ്രശ്നമൊക്കെ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രശ്നം, ഇപ്പൊ ഒരു ജില്ലയുടെ മാത്രമല്ല മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണ് ഈ. അപ്പോൾ അതിനൊക്കെ ഒരു മാതൃകയാകാൻ കൊച്ചിക്ക് കഴിയുവാണെങ്കിൽ അത് നാടിന് തന്നെ ഒരു വലിയ മാതൃകയായി തീരും. 2010 ടോണി ചെമ്മണി മേയറായിരുന്നപ്പോൾ ഞങ്ങളിവിടെ ABC പദ്ധതി നന്നായിട്ട് നടപ്പാക്കിയ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് കൊച്ചി. അതിൻ്റെ തുടർച്ച, അതിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്കുള്ള പ്ലാനിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങളുടെ മനസ്സിലൊക്കെ വ്യക്തമായ ഒരു ധാരണയുണ്ട്. ആ ധാരണയ്ക്കനുസരിച്ചുള്ള മുന്നോട്ടുള്ള പരിപാടികളുണ്ടാവും. ഓക്കെ, എനിക്കറിയാം അങ്ങേക്ക് തിരക്കാണെന്നറിയാമെങ്കിലും ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ മേയറിനെ തിരഞ്ഞെടുത്തു, അതിന് ശേഷം വന്ന ചെറിയ ശബ്ദങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് പറഞ്ഞതൊക്കെ അങ്ങയുടെയും അങ്ങ് കേട്ട് കാണും. KPC അധ്യക്ഷന് പരാതി നൽകാൻ പോവുകയാണ് ഇന്ന്. ഈ സർക്കുലറൊക്കെ തെറ്റിച്ചാണ് നിലവിലെ പ്രഖ്യാപനം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇതിൽ അങ്ങയുടെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? ഞങ്ങൾ ഇലക്ഷന് നേരിട്ടത് ഒരുമിച്ചാണ്. ഇലക്ഷന് മുമ്പ് ഒരിക്കലും ഒരു മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നില്ല കൊച്ചിയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആര് മേയറായി വന്നാലും കൊച്ചിയുടെ വികസനമാണ്, ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് കൊച്ചിയുടെ വികസനമാണ് കോൺഗ്രസ് UDF ലക്ഷ്യമിടുന്നത്. ഇവിടുത്തെ നേതാക്കന്മാരും എല്ലാവരും, പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ലയായ എറണാകുളം ജില്ലയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ എപ്പോഴും എല്ലാവർക്കും അറിയാമല്ലോ, ഒരാൾക്ക് ഒരു സ്ഥാനത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഈ അവസരം 2.5 വർഷക്കാലം എനിക്കാണ് നൽകിയിരിക്കുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഭരണത്തെ എങ്ങനെ കൊണ്ടുപോകാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്കറിവില്ല. ഞാനും ദീപ്തിയും നല്ല സുഹൃത്തുക്കളാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പാലാരിവട്ടം മണ്ഡലത്തിൽ 34 ഇപ്പം 34
33 ഡിവിഷൻ, നേരത്തെ 39 40 ഞങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ കൗൺസിലർമാർ. ഞങ്ങൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നതും. ദീപ്തിയുടെ അനുഭവ സമ്പത്തും പരിചയവുമൊക്കെ കൊച്ചിയുടെ വികസനത്തിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടാവും. അതൊക്കെ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പം വളരെയധികം നന്ദി ശ്രീമതി VK മിനിമോൾ. നമുക്കിപ്പം ജോയിൻ ചെയ്ത് എനിക്കറിയാം ഒരുപാട് തിരക്കുകളുണ്ട്, പക്ഷേ അതിനിടയ്ക്കും ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് സംസാരിച്ചതിന് ഒരുപാട് സന്തോഷം. നല്ലൊരു ദിവസം, നല്ലൊരു ക്രിസ്മസ് കാലമാകട്ടെ. എല്ലാവിധ ആശംസകളും. പ്രതീക്ഷിച്ച പോലെ നല്ലൊരു ഭരണം നടത്താൻ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയുക്ത കൊച്ചി മേയർ ശ്രീമതി VK മിനിമോളാണ് നമുക്കൊപ്പം ഇത്രയും നേരം ജോയിൻ ചെയ്തത്. കൊച്ചിയിലെ ഇനിയുള്ള എങ്ങനെ ഭരണമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കുകയായിരുന്നു ശ്രീമതി VK മിനിമോൾ.